കൊല്ലത്ത് ഉത്സവത്തിനിടയിൽ പരാക്രമത്തിലുള്ള അറസ്റ്റിൽ. ആക്രമണം നടത്തിയ അജോയുടെ പിതാവ് അശോകനാണ് അറസ്റ്റിലായത്. വടിവാൾ കൊണ്ട് വീശിയ അജോയ് ഉൾപ്പെടെ 3 പ്രതികൾക്കായി തെരച്ചിൽ തുടരുകയാണ്. സഹോദരൻ മരിച്ചത് ക്ഷേത്രത്തിന് ദോഷം കൊണ്ടാണെന്നും ഉത്സവം മാറ്റിവെക്കണമെന്നും അജോയ് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം നിരസിച്ച വൈരാഗ്യമാണ് അക്രമത്തിന് പിന്നിലെന്നാണ് എഫ്ഐആർ. ലിജോ റോളൻസ് വിവരങ്ങളുമായി ചെയ്തു. ലിജോ, ഇയാൾ ലഹരിയിലായിരുന്നു? അജിംസ, ഞാലിയോട് അമ്പിപ്പൊയ്ക ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. ഇയാൾ ലഹരിയിലാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല. പക്ഷേ കുറച്ചധികം ദിവസങ്ങളായി അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഇയാളുടെ അജോയ് അശോകന്റെ സഹോദരൻ 2.5 മാസം മുൻപ് ഒരു വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. അജോയുടെ വീടിന്റെ തൊട്ടടുത്താണ് ഈ ക്ഷേത്രമുള്ളത്. അപ്പോൾ ക്ഷേത്രത്തിന്റെ ഇത്തരത്തിലുള്ള ദോഷം കൊണ്ടാണ് സഹോദരൻ മരിച്ചതെന്നും അതുകൊണ്ട് ഈ ഉത്സവം മാറ്റിവെക്കണമെന്നും പലകുറി ഇത്തരത്തിൽ കമ്മിറ്റിക്കാരോടൊക്കെ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പോലീസിന് പരാതി നൽകിയിരിക്കുന്ന ഈ പരിക്കേറ്റ ആളുകളൊക്കെ പറയുന്നത്. പക്ഷെ അതിന് വഴങ്ങാതെ വന്നതോടുകൂടെ ആ ഉത്സവം നടക്കുന്ന സമയത്ത് അവിടെ കമ്മിറ്റിയിലേക്കൊക്കെ വന്ന് വളരെയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നാലെ അവസാന ദിവസമാണ് ഇത്തരത്തിൽ ഈ വടിവാൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും അതിൽ 6 പേർക്കാണ് ആക്രമണത്തിൽ നിസ്സാരമായ പരിക്കുകൾ ഏറ്റിരിക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുണ്ടറ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജോയുടെ പിതാവിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റു 3 പേർക്കെതിരെ, ഈ അജോയ് ഉൾപ്പെടെയുള്ള മറ്റു 3 പേർക്കെതിരെ ഇപ്പോൾ തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഹരിജിത്ത്, ആഗി എന്ന് പറയുന്ന മറ്റ് 3 പേർ ഉൾപ്പെടെയുള്ള 3 പേരാണ് ഇപ്പോൾ ഒളിവിലായിരിക്കുന്നത്. ഇവരെയും കണ്ടെത്തും. കാരണം മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തുകയും ചെയ്തിരിക്കുന്നത്.